ചെക്കനും പെണ്ണിനും ഒരു വിവാഹപ്രായമായി കഴിഞ്ഞാൽ ഒരു ടിപ്പിക്കൽ മലയാളി കുടുംബം സാധാരണ എന്താ ഇന്ന് ചെയ്യാറ്? അതായത് രണ്ടുപേരുടെയും ജാതകം കൊണ്ടുപോകില്ല, അടുത്തുള്ള പണിക്കറിൻ്റെ അടുത്ത് പോവും, ജാതക പൊരുത്തം നോക്കും, ചൊവ്വാഗ്രഹമാണോ നോക്കും, ചൊവ്വാദോഷം ഉണ്ടോ നോക്കും, അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു ടിപ്പിക്കൽ രീതിയാണ്. ശരിക്കും ഇനി അത് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ലേ? അതായത് ശരിക്കും ജാതകവും ഒന്നുമല്ല നോക്കേണ്ടത്. ശരിക്കും നോക്കേണ്ടത് എന്താണ്? രണ്ടുപേരുടെയും ബ്ലഡ് റിസൾട്ടാണ് നോക്കേണ്ടത്. എന്താ കാരണം? അതായത് 19 വയസ്സിൻ്റെയും 25 വയസ്സിൻ്റെയും ഇടയിലുള്ള യുവതീ യുവാക്കളുടെ ഇടയിൽ HIV വൈറസ് അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായ തോതിൽ കൂടി വരുന്നു എന്നാണ് പുതിയൊരു സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ധാരാളം പിള്ളേർ ഇല്ല മറ്റേ ഔട്ട്സൈഡിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് അടിച്ച് പൊളിച്ച് ആധുനിക ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് സെറ്റിലാകാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പേരൻസ് ശരിക്കും ജാതകവും ഒന്നുമല്ല ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, റിസൾട്ട് HIV റിസൾട്ട് നോക്കലാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലേ? ഇനി തിരിച്ച് പോയ ടീമുകളും തിരിച്ച് ഔട്ട്സൈഡ് പോയ ടീമുകളും ഇവിടെയുള്ള ആളുകളും ഫ്രഷാണെന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇവിടെയും തിരിച്ചും ചോദിക്കാം. അതായത് പെണ്ണിൻ്റെ റിസൾട്ടും അതിലൊന്നും യാതൊരുവിധ എന്താ പറയുക മടിയോ ചമ്മലെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പണ്ടാണ് എന്താ പറയുക നാടൻ പെൺകുട്ടി, നാടൻ ആൺകുട്ടി, ഭയങ്കര ഫ്രഷ് എന്നുള്ള കാഴ്ചപ്പാടൊക്കെ ഉള്ളത്, അല്ലേ? ഇപ്പോൾ രണ്ടു കൂട്ടരും പരസ്പരം ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങി പരസ്പരം കൈമാറുക ജാതകത്തിന് പകരം, അല്ലേ? അതല്ലേ ശരി? അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ, രസകരമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു രസകരമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.